ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനൊരു വലിയൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ പാമ്പ് ശല്യത്തിനെതിരെയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അത് ചിലരൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് പറയാൻ വിട്ടുപോയൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ അതിനകത്ത് കുറേ റെമഡീസ്, കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് പാമ്പ് കടിയേറ്റ് ഒരുപാട് പേര് കേരളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ആ ഒരു സമയത്ത് നമ്മളാൽ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. പക്ഷെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ അത് അറിയാത്ത ആൾക്കാരിൽ ഒന്ന് എത്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെടിയാണ് കേട്ടോ. ഈ ഒരു ചെടി വെച്ചാൽ അണലി എന്നല്ല, പാമ്പ് വരത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ ഇടുക. ഇത് ഈ ചെടി വെച്ചിട്ട് പാമ്പ് വന്നിട്ടില്ല, വരുന്നില്ല, പാമ്പ് വരുന്ന തടയാം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ആരോ ഇട്ടതാണ്. ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഞാൻ ഒരു റീല് കണ്ടിരുന്നു. അപ്പോൾ ഇതൊരു ആയുർവേദ മെഡിസിനായിട്ടാണ് ഈ ഒരു ചെടി കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ചെടിയുടെ പേര് തന്നെ പാമ്പിൻ്റെ ഒരു പേരാണ് ഈ ചെടിക്ക് തന്നെ ഇതിന് പേരിട്ടിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അണലിവേഗം. പവർ അണലിവേഗം എന്നാണ് ഈ ചെടിയുടെ പേര്. ചെടി എങ്ങനെ ഇരിക്കും കണ്ടാലെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ, നോക്കിക്കോ. ഇങ്ങനെ ഇരിക്കും ഈ ചെടി കണ്ടാൽ. അണലിവേഗം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആയുർവേദത്തിൽ പല ഇതിനും മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇത് വെച്ചാൽ പാമ്പ് വരത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യത്തിനകത്ത് ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. പറ്റുമെങ്കിൽ ഈ ചെടി നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടുമെങ്കിൽ അത് കൊണ്ടുവന്ന് വീടിൻ്റെ പരിസരത്ത് വെക്കാൻ നോക്കുക. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചെടി നമുക്ക് കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ ഈ ചെടിക്ക് എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ചെടി അവിടെ വെക്കുന്നതുകൊണ്ട് പാമ്പ് വരത്തില്ല എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. അതോ ഇനിയും ഇതിൻ്റെ നീരെടുത്തിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണോ എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത് പാമ്പ് ഓടി രക്ഷപ്പെടുമെന്നാണ്. ഈ ചെടി നമ്മുടെ പറമ്പിലല്ല, നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനത്തെ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് ഓടി രക്ഷപ്പെടുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാരാ എനിക്കറിയത്തില്ല ഈ വ്യക്തി. അപ്പോൾ ഇത് നിങ്ങളിലൊന്ന് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ. പക്ഷേ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓർത്തത്. ഇത് ഞാൻ ഇന്നലെയാണ് ഇത് കണ്ടതും. അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ചെടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരാണ് അണലിവേഗം. അതെന്തുകൊണ്ടാണ് അണലിവേഗം എന്ന് ഇതിന് പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ഇനി അണലിക്ക് ഭയങ്കര സ്പീഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അതേ സ്പീഡിൽ പാമ്പ് തിരിഞ്ഞ് ഓടി പോവായിരിക്കും ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ. അങ്ങനെ വല്ലതും ആയിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഇതുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പോൾ അണലിവേഗം എന്നാണ് ഈ ചെടിയുടെ പേര്. അതിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് എവിടെന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. ഈ ചെടിയൊക്കെ വിൽക്കുന്ന കടയിൽ തിരക്കി നോക്കുക ഇങ്ങനൊരു ചെടി ഉണ്ടോയെന്ന്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് എവിടെയൊക്കെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടുള്ള പോലെ. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും. പക്ഷേ എൻ്റെ പേര് നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ എൻ്റെ പേരിൽ തന്നെ ഉണ്ട് പാമ്പ്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ തന്നെ നമുക്കറിയാം. പണ്ടത്തെ ആൾക്കാർ ആയുർവേദം കണ്ടുപിടിച്ച ആൾക്കാരാണല്ലോ മലയാളികൾ. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അറിവുള്ളവരായിരുന്നല്ലോ. അപ്പോൾ അവർ ആയുർവേദത്തിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇനി പാമ്പ് കടിച്ച മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ ചെടി വെച്ചാൽ പാമ്പ് വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാമ്പ് കഴിച്ചാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാനായിട്ടൊന്നും നിൽക്കരുത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി വലിയ വീഡിയോയ്ക്കകത്ത്. നോർത്ത് ഇന്ത്യയിലെ UP-ലാണെന്ന് തോന്നുന്നു ഒരാൾ 22 വയസ്സെങ്ങാണ്ടുള്ള, അല്ല 22 ഇല്ല, 17-18 വയസ്സെങ്ങാണ്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു ചെറുക്കനെ പാമ്പ് കടിച്ചു ഇതുപോലെ. എന്നിട്ട് അച്ഛനും അമ്മയും എന്തെടുത്തെന്ന് അറിയാമോ, അവനെ ആശുപത്രി കൊണ്ടുപോയില്ല. അപ്പോൾ അവരുടെ വീടിനടുത്തെങ്ങാണ്ടൊരു തന്ത്രിയോ മന്ത്രവാദിയോ അങ്ങനെങ്ങാണ്ട് ഒരാളുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് കൊണ്ടുപോയി. എന്നല്ല, നമ്മൾ കേരളത്തിലാരും അങ്ങനെ ചെയ്യത്തില്ല.
അയാളുടെ അടുത്ത് കൊണ്ടുപോയേക്കുന്നു. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാനുള്ളതിന് അയാളുടെ അടുത്ത് കൊണ്ടുപോയി. അയാൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ കൊച്ചിനെ 24 മണിക്കൂർ വെള്ളത്തിൽ കെട്ടി താത്ത് വെക്കാൻ. അപ്പോൾ അവരിങ്ങനെ കമ്പൊക്കെ വെച്ചിട്ട് 4 സൈഡിലും കമ്പൊക്കെ വെച്ച് ചെറുക്കനെ അതിനകത്ത് കെട്ടി വെള്ളത്തിനകത്ത് താഴ്ത്തി 24 മണിക്കൂറും വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വ്യക്തിയെ ഒരു 5 മിനിറ്റ് വെള്ളത്തിനടി വെച്ചാൽ തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതായത് പാമ്പ് കടിച്ച് ആ കൊച്ചു മരിച്ചിട്ടില്ല, ഇനി ജീവനുണ്ട് ആ സമയത്ത്. ആ ജീവനുള്ള സമയത്ത് ഇതിനെ വെള്ളത്തിൽ കൊണ്ടുപോയി 24 മണിക്കൂറും വെള്ളത്തിനടിയിൽ കെട്ടി വെച്ചിരുന്നു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വ്യക്തി മരിച്ചുപോയി. അതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക. ഓക്കെ, പക്ഷേ കേരളത്തിലുള്ളവരൊന്നും അത്ര മണ്ടന്മാരല്ല. നമുക്ക് അങ്ങനത്തെ തന്ത്രവാദികളൊന്നും നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല. പണ്ടുണ്ടായിരുന്നായിരിക്കും, ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, പാമ്പ് കടി ഏറ്റാൽ നാച്ചുറലായിട്ട് ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ഞാൻ ഈ ചെടിയുടെ ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ ചെടിയെ വെച്ചിട്ടല്ലേ ചെടി അവിടെ ഉള്ളവർ അത് പിഴിഞ്ഞ് ഒഴിക്കാൻ അങ്ങനത്തെ ഒന്നും പോയില്ല. ഈ ചെടിയെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും അറിവില്ല. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഉടനെ തന്നെ ആശുപത്രിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ അവർക്ക് വേണം, ഈ പാമ്പ് കടിയേറ്റവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കാൻ പാടില്ല. ഓക്കെ, ആശുപത്രി കൊണ്ടുപോവുക. പക്ഷേ ഈ ചെടി പറ്റുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കുക. ഈ പാമ്പ് ശല്യം ഉള്ളവർക്ക് ഒന്ന് വെച്ച് നോക്കുക, പാമ്പ് വരുമല്ലോ നമുക്കറിയാമല്ലോ. ഇതൊരു ടെസ്റ്റിങ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അണലി വേഗം പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാനും എൻ്റെ വീട്ടുകാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും ഈ ചെടി കിട്ടുമെങ്കിൽ ഒന്ന് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. എന്തായാലും ആയുർവേദത്തിലെ ഒരു മെഡിസിൻ ആണല്ലോ, വെച്ച് നോക്കാം. അപ്പം ഇതും കൂടി നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആഡ് ചെയ്തേക്കും. അപ്പം ഇതൊരു നല്ലൊരു ഇൻഫർമേഷനാണ്. ഇതൊരു കുറച്ച് ദിവസം, കാരണം ഈ പാമ്പ് കടി സംഭവങ്ങൾ വരുന്നതിന് മുമ്പാണ് ഈ ആൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ മരണവാർത്തയൊക്കെ വരുന്നതിന് മുമ്പാണ് ആ ഒരു റീല് പുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ആളായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ കമൻസ് ഒന്നും ഞാനങ്ങനെ വായിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ പേരെന്താണെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പേര് വെണ്ടയ്ക്ക ആശുപത്രിയിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാ പേര് വയ്ക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ഫോൺ നമ്പറൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിനി വല്ല കളിപ്പീര് പരിപാടിയാണോ എന്തോ നമുക്കറിയത്തില്ല. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്ലാന്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ, ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കൂ. പ്രത്യേകിച്ച് അതിനെപ്പറ്റി ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. അയാൾ അതിൻ്റെ ഫോൺ നമ്പറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് ആ വ്യക്തിയുടെ. പ്രോ ഓർഗാനിക് എന്നാണ് അയാളുടെ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ അയാളുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കുറേ ഇട്ടിട്ടുണ്ട് ചോദിക്കുന്നവർക്കൊക്കെ. ഒരുപക്ഷെ അവർക്ക് ആ ചെടിയുടെ കൃഷി ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഫോൺ നമ്പർ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? വേണമെങ്കിൽ, ഇല്ല വേണ്ട, ഞാനായിട്ട് നമുക്കിത് അറിയത്തില്ലല്ലോ, ഉള്ളതാണോ സത്യമാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അറിയാതെ ഞാനത് പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തന്നാൽ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ചെടി എവിടെയെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ സ്മെല്ല് അടിച്ചുകൊണ്ട് പാമ്പ് വരാതിരിക്കും. പിന്നെ ഈ ചെടിയെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക. അപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അറിയാത്തവരുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് ഇത് സത്യമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് കാണിച്ചത്. ഒന്നുകൂടി ലാസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചേക്കാം ചെടിയുടെ ആ ഒരു ലുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വെക്കാണ്. അപ്പോൾ വീണ്ടും എൻ്റെ വലിയ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. ഓക്കെ, അപ്പം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ.